ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിനെ നിങ്ങൾ ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അപ്പോൾ എന്നെ അവിടെയും ഫോളോ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്, ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു പ്രാവശ്യം നിങ്ങൾ അത് ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എല്ലാം ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ഹലോ നമസ്കാരം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ എന്താണ് ജൂൺ മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ജൂണിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 6 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ജൂൺ എനർജി 9 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപറർ. നിങ്ങളുടെ ചാലഞ്ചാണ് 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ഈ മാസം പേജ് ഓഫ് കപ്സ് ആണ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലീബ്ര, ഇവിടെ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി സ്റ്റേബിൾ എനർജിയാണ്. ഈ മാസം നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് കുറേ സ്റ്റെബിലിറ്റിയാണ്, കുറേ റൂട്ടീൻ മാതിരി ഒരു ലൈഫാണ്. നിങ്ങൾ വർക്കിംഗ് ആണ് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യണു, കരിയറിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്യണു, വീട്ടിൻ്റെ കാര്യങ്ങൾ അതിനെ നോക്കണു, കുട്ടികളുണ്ടാച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണു. അപ്പോൾ എല്ലാം ഒരു ബാലൻസ്ഡ് വേയിലാണ് നിങ്ങളുടെ ലൈഫ് ഈ മാസം പോണത്. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മദറുടെ എനർജിയും ആവാം, ഇല്ലെങ്കിൽ വൈഫിൻ്റെ എനർജി ആവാം. ഇവിടെ കിങ് ഓഫ് വോൺസ് ഉണ്ട്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ 2 ആൾക്കാരെ ഇവിടെ കാണാണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അതല്ല ചെയ്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. മൂൺ സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സീക്രറ്റ്സ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെച്ചാൽ അവരുടെ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്, റിവീൽ ആവാൻ പോകുന്നുണ്ട്. അതാണ് അതും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ പാസ്റ്റിൽ? അപ്പോൾ ഒരു സിറ്റുവേഷനിൽ എന്തോ പറഞ്ഞാൽ ഇത് അഗൈൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിരിക്കാം, അതല്ല വെച്ചാൽ കരിയർ ആവാം. പക്ഷേ ആ സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു ആൻഡ് നിങ്ങൾക്ക് വേണ്ട മാതിരി റെസ്പോൺസ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതല്ല വെച്ചാൽ ജോലിയിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ ബോണസ് ഇല്ല, ഇല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അറിയില്ല എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന്. ഈ സിറ്റുവേഷനിൽ ഒരു കൺക്ലൂഷൻ ഇല്ല, ഒരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നിങ്ങളും കുറേ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സിറ്റുവേഷനിൽ. നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫയർ സൈൻ ഉണ്ട്. ഇതൊരു പേഴ്സൻ്റെ ഇൻ ആൻഡ് ഔട്ട് നേച്ചറാണ് കാണിക്കണത്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ ഈ പേഴ്സൺ കുറേ ഇൻ ആൻഡ് ഔട്ടാണ്. ചില സമയത്ത് മെസ്സേജ് ചെയ്യും, ചില സമയത്ത് മെസ്സേജ് ചെയ്യില്ല. നിങ്ങൾക്ക് അറിയില്ല ഇവരുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന്. പിന്നെ ചില സമയത്ത് കുറേ ഒരു നോ കോണ്ടാക്റ്റായി പോവും. അപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല ഈ റിലേഷൻഷിപ്പിൽ, ഈ ജോലിയിൽ.
ഇത് ജോലിയുടെ കാര്യമാണ് വെച്ചാൽ ഈ ജോലിയിലൊരു സ്ഥിരത ഇല്ല, ഒരു ബാലൻസ് ഇല്ല. ചില സമയത്ത് നിങ്ങളോട് ബോസ് ഇത് ചെയ്യാൻ പറയും, പിന്നെ മറ്റേ സമയത്ത് വേറെ എന്തെങ്കിലും ഒരു ജോബ് പ്രൊഫൈൽ തരും, നിങ്ങൾക്ക് അറിയില്ല ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല എന്ന്. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ കറണ്ട് എനർജിയിൽ ജൂണിൽ 9 ഓഫ് കപ്സ് ആണ്. ജൂൺ മാസത്തിൽ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ഫുൾഫിൽ ആവുന്നുണ്ട്. ഈ വിഷ് എന്താണ്? 6 ഓഫ് വാൻഡ്സ്. കുറേ നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണ്, എന്തോ നിങ്ങൾ ചെയ്യണത് വേറെ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണു. കുറേ സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ. കുറേ ആൾക്കാരുടെ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലാണ്. കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് പേഴ്സണൽ ലൈഫ് ആവാം, കരിയർ ആവാം, പക്ഷേ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലായിരിക്കും. അപ്പോൾ കുറേ സെലിബ്രേഷൻ, കുറേ പാർട്ടി, കുറേ സോഷ്യലൈസിങ്, കുറേ ഫ്രണ്ട്സ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണു, അങ്ങനത്തെയൊക്കെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എംപറർ എനർജിയാണ് ഇവിടെ, ഏരീസ് എനർജി. അപ്പോൾ ഈ ഫ്യൂച്ചറുടെ കാർഡ് എന്താണ്? ഈ ഏരീസ് എനർജി എന്താണ്? 10 ഓഫ് പെൻറ്റിക്കിൾസ്. കുറേ അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഫാമിലി എനർജിയും കൂടിയുമാണ്. ആൻഡ് ഇവിടെ ഉണ്ട് 6 ഓഫ് സ്വോർഡ്സ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കരിയറിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു വെച്ചാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോകണു. നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടിയും സ്റ്റേബിൾ എനർജീസ് വരുന്നുണ്ട്. ഇഷ്യൂസിനെയൊക്കെ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണു. ഇപ്പോൾ നിങ്ങളുടെ ഈ മാസത്തിൻ്റെ ചാലഞ്ചാണ് 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് ഒരു റെസ്ട്രിക്ഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ മാസം കുറേ റെസ്ട്രിക്റ്റഡ് ആയി ഫീൽ ചെയ്യും. ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ആയിരിക്കാം, ഇമോഷണൽ റെസ്ട്രിക്ഷൻസ് ആയിരിക്കാം. നിങ്ങൾ ഓപ്പണായി തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളും വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു നോ കോൺടാക്റ്റിലാണ്. അപ്പോൾ ഇവിടെ ചാരിയറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു ഡിസിഷനാണ് എടുക്കേണ്ടത്. ഈ ഡിസിഷൻ കുറേ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷനാണ്, അതും ഒരു ചാലഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ശരിയായ സമയത്ത് എല്ലാം ശരിയാവും. എന്നുവെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഇതൊരു ടെമ്പററി ഫേസാണ്. നിങ്ങളുടെ സമയം ഇപ്പോൾ നിങ്ങളെ ഫേവർ ചെയ്യണില്ല. ഇപ്പോൾ ഈ സമയം കുറച്ചൊരു ബ്ലോക്സ് ആണ് കാണിക്കണത്. പക്ഷേ ഈ ബ്ലോക്സ് ഒക്കെ മാറും. ഫ്യൂച്ചറിൽ ഈ സിറ്റുവേഷൻ മാറും ആൻഡ് കാര്യങ്ങൾ സ്റ്റേബിലൈസ് ആവും. അപ്പോൾ ഈ മാസം ഇതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഒന്നും നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് മാതിരി ഔട്ട്കം അല്ല വരണത്. അപ്പോൾ കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട് ഈ മാസം. പേജ് ഓഫ് കപ്സ് ആണ് അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഹിൻറ്റാണ് ഇവിടെ തരണത്. 9 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറേ പറഞ്ഞ രാത്രിയൊക്കെ ഉറക്കമില്ല, അങ്ങനത്തെ എനർജിയാണ് നിങ്ങളുടെ ഇപ്പോൾ. എന്തോ ഒരു എൻഡിങ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു സീക്രട്ട് പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഈ സീക്രട്ട് പുറത്ത് വരുമ്പോൾ നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷേ അത് ഉണ്ടായാലും നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. അപ്പോൾ ചിലപ്പോൾ ഈ സീക്രട്ട് പുറത്ത് വരുമ്പോൾ എല്ലാം കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ആവും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവുന്ന എനർജിയാണ്. പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ്, കരിയർ എല്ലാത്തിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കണം ഈ മാസം. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇത് ഫിനാൻഷ്യൽ സക്സസിൻ്റെ എനർജിയാണ്, പക്ഷേ ഒരു ടോറസ് എനർജിയും കൂടിയാണ്. നിങ്ങളുടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് നിങ്ങളോട് പാസ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്, സറണ്ടർ ചെയ്യാനാണ് പറയണത്. എന്നുവെച്ചാൽ ഈ മാസം നിങ്ങൾ എന്തും ചെയ്താലും അത് യൂണിവേഴ്സിൻ്റെ ഡെസ്റ്റിനി പോലെ തന്നെ നടക്കുള്ളൂ. പറഞ്ഞാൽ നിങ്ങൾ എത്രയും എഫേർട്ട് ഇട്ടാലും ഒരു കാര്യം മുമ്പോട്ട് പോകണില്ല വെച്ചാൽ അതിൻ്റെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് പോവാത്തത്. നിങ്ങൾ എഫേർട്ട് ഇട്ടാലും വേണ്ട, അത് ചിലപ്പോൾ ആ ശരിയായ സമയത്ത് അത് വർക്കൗട്ട് ചെയ്യലൂ. ഓക്കെ, അപ്പോൾ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം ഹൈറോഫാണ്ട് ആണ്. ഹൈറോഫാണ്ട് ആദ്യം ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, എല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റഡ് ആണ്. ശരിയായ സമയത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും, നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും, നിങ്ങൾക്ക് ആൻസേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഈ സമയത്ത് എല്ലാം കൺഫ്യൂഷൻ ഇല്ല എനർജിയിലായിരിക്കാം.
പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യുക. അതാ 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് ഈ മാസം കുറേ പേഷ്യൻസ് വേണ്ടി വരും. എന്നുവെച്ചാൽ എല്ലാം പറഞ്ഞ പോലെ ശരിയായ സമയത്ത് വർക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട മാതിരി സൊല്യൂഷനും കിട്ടും, ആൻസേഴ്സും കിട്ടും, ക്ലാരിറ്റിയും കിട്ടും. പക്ഷെ അത് എല്ലാവർക്കും അവനോൻ്റെ ഒരു സമയമുണ്ട്, ആ സമയത്തേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ റഷ് ചെയ്തിട്ടും കാര്യമില്ല. എന്നുവെച്ചാൽ അത് വർക്കൗട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക, എല്ലാം ശരിയാവുമെന്ന് പ്രാർത്ഥിക്കുക. എന്നുവെച്ചാൽ എല്ലാം ശരിയാവുന്നുണ്ട്, പക്ഷേ ആ സമയം ശരിയാവണം. ഓക്കെ, അതാണ്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ കൺക്ലൂഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ സൈൻസ് ഏരീസ് ഉണ്ട് കുറേ സ്ട്രോങ് ആയിട്ട്. പിന്നെ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലീവ്, സാജിറ്റേറിയസ്, ക്യാൻസർ ഉണ്ട്, ടോറസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ആ എനർജിയും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.